ഓക്കെ, നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്നുള്ള പോർഷൻ നോക്കാം. ബ്രാഞ്ചസ് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. Branches keeping full system of accounting are those branches which function like autonomous business units. Such branches purchase goods from outside, at times manufacture goods by themselves, and sell at their own terms and conditions. They can also supply goods to the head office, pay expenses from the cash realized, and deposits cash in their own account. In brief, independent branches are those branches which operate as independent and autonomous business units for all practices, including accounting. Their only link with the head office is that they are owned by the head office and the profit or loss of such branches belong to the head office. ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു ബ്രാഞ്ചസ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ബ്രാഞ്ചസ് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആർ ദോസ് ബ്രാഞ്ചസ് വിച്ച് ഫങ്ഷൻ ലൈക്ക് ഓട്ടോണോമസ് ബിസിനസ് യൂണിറ്റ്. ചില ഓട്ടോണോമസ് കിട്ടിയ കോളേജ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് സ്വയം ഭരണാവകാശം കിട്ടിയ ബിസിനസ് യൂണിറ്റിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുന്ന ബ്രാഞ്ചസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. Such branches purchase goods from outside, at times manufacture goods by themselves, and sell at their own terms and conditions. അങ്ങനെയുള്ള ബ്രാഞ്ചസിന് പുറത്തുനിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായി ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാം, എന്നിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അനുസരിച്ച് അത് സെയിൽ നടത്താനും പറ്റും. They can also supply goods to the head office, pay expenses from the cash realized, and deposit cash in their own account. അവർക്ക് ഹെഡ് ഓഫീസിനേക്കും ഗുഡ്സ് സപ്ലൈ ചെയ്യാം, അവർക്ക് കിട്ടുന്ന ക്യാഷിൽ നിന്ന് എക്സ്പെൻസസ് പേ ഓഫ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മിച്ചം വരുന്ന ക്യാഷ് അവരുടെ സ്വന്തം അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. ഇൻ ബ്രീഫ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആർ ദോസ് ബ്രാഞ്ചസ് വിച്ച് ഓപ്പറേറ്റ് ആസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓട്ടോണോമസ് ബിസിനസ് യൂണിറ്റ്സ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് ഇൻക്ലൂഡിങ് അക്കൗണ്ടിങ്. ചുരുക്കി പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ സ്വയംഭരണാവകാശമുള്ള ഒരു ബിസിനസ് യൂണിറ്റ് ആയിട്ട് എല്ലാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ബിസിനസ് യൂണിറ്റിനെയാണ്, അതിൽ അക്കൗണ്ടിങ്ങും ഉൾപ്പെടും. അങ്ങനെയുള്ള ബ്രാഞ്ചസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. Their only link with the head office is that they are owned by the head office and the profit or loss of such branches belong to the head office. അവരുടെ ഹെഡ് ഓഫീസുമായിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് അവർ ഹെഡ് ഓഫീസാണ് ആ സ്ഥാപനങ്ങളെ ഓൺ ചെയ്യുന്നത്, അതിനെ ഉടമസ്ഥാവകാശം ഹെഡ് ഓഫീസിനാണ്. ആൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് സച്ച് ബ്രാഞ്ചസ് ബിലോങ് ടു ദ ഹെഡ് ഓഫീസ്. ആ ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് ഹെഡ് ഓഫീസിന് അവകാശപ്പെട്ടതാണ്. അത് മാത്രമാണ് ഹെഡ് ഓഫീസുമായിട്ടുള്ള ബന്ധം. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് കീപ് complete set of books of accounts and prepare their own trial balance, trading profit and loss account and the balance sheet. Independent branches അവരുടെ ഫുൾ സെറ്റ് അക്കൗണ്ട്സിൻ്റെ വേണ്ട എല്ലാ ബുക്കും അവർ തന്നെ കീപ്പ് ചെയ്യും. അവർക്ക് തന്നെ സ്വന്തമായിട്ട് ട്രയൽ ബാലൻസ് ഉണ്ടാക്കും, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. Such branches prepare head office account in their books to record the transaction with the head office. അങ്ങനെയുള്ള ബ്രാഞ്ചസ് ഹെഡ് ഓഫീസ് അക്കൗണ്ടും അവരുടെ അക്കൗണ്ടിൽ ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ. എ ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഈസ് പ്യുവർലി എ പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ഇറ്റ് വിൽ ഡിസ്ക്ലോസ് അറ്റ് എനി ടൈം ദ ബാലൻസ് ഡ്യൂ ടു ഓർ ഡ്യൂ ഫ്രം ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത് അത് പ്യുവറായിട്ടൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. അതിൽ കാണാം നമുക്ക് എത്ര രൂപ ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. Following are the usual transactions and entries relating to the head office account in branch books. ബ്രാഞ്ച് ബുക്കിൽ സാധാരണ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ വരാനുള്ള ട്രാൻസാക്ഷൻസും എൻട്രീസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്. ഓൺ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ദ എൻട്രീസ്, അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് നമുക്ക് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കിട്ടുകയാണെങ്കിൽ എൻട്രി എഴുതണം ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഇത് ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, അതുകൊണ്ട്
ക്യാഷ് ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എങ്കിൽ പോലും ഈ ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് കാണിക്കണം. ക്യാഷായിട്ട് കൊടുക്കുന്നൊന്നുമില്ല, അത് ഹെഡ് ഓഫീസുമായിട്ടാണ് ആ ഒരു ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പോൾ എൻട്രി എഴുതണം, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് ഡെബിറ്റഡ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഫോർ ക്യാഷ് ആൻഡ് ചെക്ക് ഫ്രം ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ ചെക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് ഡെബിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ഫോർ ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്, നേരെ തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് കൊടുക്കുവാണെങ്കിൽ മുമ്പേ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ഇട്ടിട്ട് ഹെഡ് ഓഫീസ് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്. ഫോർ ക്യാഷ് ഓർ ചെക്ക് സെൻഡ് ടു ഹെഡ് ഓഫീസ്, മുമ്പത്തെ ഒരു റിസിപ്റ്റ്, അതായത് ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് കിട്ടിയപ്പോഴുള്ള എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ട്രാൻസാക്ഷനാണ്. ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ കൊടുക്കുവാണെങ്കിലുള്ള എൻട്രി ഹെഡ് ഓഫീസ് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. നമ്മൾ പേയ്മെൻറ്റ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻട്രി വരുമ്പോൾ ഹെഡ് ഓഫീസ് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഫോർ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബ്രാഞ്ച് ഫോർ ഓൺ ബിഹാഫ് ഓഫ് ദി ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ട് ബ്രാഞ്ച് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, അപ്പോൾ ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻറ്റ് പോവുക, ഒരു പേയ്മെൻറ്റ്, അത് റെസിപ്റ്റ് അല്ല. അപ്പോൾ ക്യാഷ് ഓർ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പേയ്മെൻറ്റ് നടത്തിയത്, ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹെഡ് ഓഫീസ് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഫോർ എനി റെസിപ്റ്റ് ഫോർ ഓൺ ബിഹാഫ് ഓഫ് ദി ബ്രാഞ്ച്, ബ്രാഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റെസിപ്റ്റ് ഹെഡ് ഓഫീസിൽ കിട്ടിയെങ്കിൽ എൻട്രി എന്ത് വരും, ക്യാഷ് ഓർ ബാങ്ക്. റെസിപ്റ്റ് റെസിപ്റ്റ് വരുമ്പോൾ ക്യാഷ് ഓർ ബാങ്കിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ഡെബിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലാണ് ബ്രാഞ്ചിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കിട്ടിയത്, റെസിപ്റ്റ് കിട്ടിയത്. സിമിലർലി ദ ഹെഡ് ഓഫീസ് വിൽ മെയിൻറ്റെയിൻ എ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. അതുപോലെ തന്നെ ഹെഡ് ഓഫീസും ഇതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ദിസ് അക്കൗണ്ട് വിൽ ഹാവ് ദ സെയിം എൻട്രീസ് ദാറ്റ് അപ്പിയർ head office account is in the branch book but on the reverse side. ഇതേ account, this account will have the same entries that appear in head office account in the branch book. ബ്രാഞ്ച് ബുക്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്. അതിൽ വരുന്ന എല്ലാ എൻട്രീസും എവിടെ വരും, ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിൽ വരും. ഒന്നുകൂടെ പറയാം, ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്നുള്ള പേരിൽ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, ഒരു ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യും. അതിലുള്ള എല്ലാ എൻട്രീസും എല്ലാ ട്രാൻസാക്ഷൻസും എവിടെയും വരും, ഹെഡ് ഓഫീസിൽ ബ്രാഞ്ചിൻ്റെ പേരിലൊരു അക്കൗണ്ട് തുടങ്ങും, ബ്രാഞ്ച് അക്കൗണ്ട് അതിൽ ഉണ്ടായിരിക്കും. ദെയർഫോർ, പക്ഷേ അതെവിടെയാണ്, റിവേഴ്സ് സൈഡിൽ, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ. അതായത് ബ്രാഞ്ചിലെ ബുക്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതെല്ലാം ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിൽ എവിടെ വരും, ക്രെഡിറ്റ് ചെയ്യും. ഒരിടത്ത് ഡെബിറ്റ് ചെയ്യുന്നത് അപ്പുറത്ത് ക്രെഡിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതാണ് ബട്ട് ഓൺ ദി റിവേഴ്സ് സൈഡ്. ദെയർഫോർ ഇഫ് ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്ക് ഹാസ് ഡെബിറ്റ് ബാലൻസ്, the head office account in the branch book will usually have the credit balance with the same amount. എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ബ്രാഞ്ചിലെ ബുക്കിൽ ഉള്ള ഹെഡ് ഓഫീസ് അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. സെയിം എമൗണ്ടും ആയിരിക്കണം. അതാണ് ബ്രാഞ്ച് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും ഉള്ള പ്രത്യേകത. നെക്സ്റ്റ്, ട്രാൻസാക്ഷൻസ് വിച്ച് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ. പ്രത്യേക ശ്രദ്ധ വേണ്ട കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഫോർ ബ്രാഞ്ച്. ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുകയാണ്. യൂഷ്വലി ദ അക്കൗണ്ട് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ദി ഹെഡ് ഓഫീസ് ദോ ദേ ആർ യൂസ്ഡ് അറ്റ് ദി ബ്രാഞ്ച്. ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുമ്പോൾ അത് ബ്രാഞ്ചിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. ഓൺ പർച്ചേസ് ഓഫ് സച്ച് ബ്രാഞ്ച് അസറ്റ്സ് ദ ഫോളോയിങ് എൻട്രീസ് ആർ പാസ്ഡ്. അങ്ങനെ ബ്രാഞ്ച് അസറ്റ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ താഴെ പറയുന്ന എൻട്രീസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അതിൽ രണ്ട് ട്രാൻസാക്ഷൻ വരാം. ഒന്നെങ്കിൽ ബ്രാഞ്ച് തന്നെയായിരിക്കും പേയ്മെൻറ്റ് നടത്തുന്നത്,
അതല്ലെങ്കിൽ ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും പേയ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ വരുമ്പം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എങ്ങനെ വരും? ബ്രാഞ്ച് അസറ്റ്സ് ഡെപ്റ്റർ ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ, ബ്രാഞ്ച് ബുക്കിൽ ഹെഡ് ഓഫീസ് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഈ എൻട്രി എപ്പോഴാണ് വരുന്നത്? രണ്ട് ബുക്കിലും എൻട്രി വരണം. ഒന്ന് ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കിലും എൻട്രി വരണം, ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കിലും എൻട്രി വരണം. ഇവിടെ പേയ്മെൻറ്റ് നടത്തുന്നത് ബ്രാഞ്ച് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ക്യാഷ് ഓർ ബാങ്കിനെ നമ്മൾ എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ബ്രാഞ്ചിൻ്റെ ബുക്കിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം ബ്രാഞ്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ബ്രാഞ്ച് പേയ്മെൻറ്റ് നടത്തുന്നു പറഞ്ഞാലും അവർക്ക് അസറ്റിൻ്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഹെഡ് ഓഫീസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ എൻട്രി വരുന്നത് എങ്ങനെ വരും? ഹെഡ് ഓഫീസ് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ് ബ്രാഞ്ച് ബുക്കിൽ എൻട്രി വരുന്നത്. ഇനി അസറ്റ് വാങ്ങിച്ചത് അതിൻ്റെ അക്കൗണ്ട് എവിടെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞേ? ഹെഡ് ഓഫീസ് അക്കൗണ്ടിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏത് ബ്രാഞ്ചിലേക്കാണ് അസറ്റ് വാങ്ങിച്ചതെന്ന് നമുക്ക് തിരിച്ചറിയണമല്ലോ. അതുകൊണ്ടാണ് ബ്രാഞ്ച് അസറ്റ് ഡെപ്റ്റർ ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഹെഡ് ഓഫീസ് ബുക്കിൽ എൻട്രി ചെയ്യുന്നത്. ഇനി ഇഫ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് തന്നെയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഏത് ബ്രാഞ്ചിലേക്കുള്ള അസറ്റാണോ ബ്രാഞ്ച് അസറ്റ് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. കാരണം ഹെഡ് ഓഫീസാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ വേണം ക്യാഷിനെ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സോ ബ്രാഞ്ച് അസറ്റ് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന ബ്രാഞ്ച് ബുക്കിൽ അങ്ങനെ ഒരു എൻട്രിയുടെ ആവശ്യം ഇല്ല. ഓക്കെ. Then depreciation of branch assets. For depreciation of such branch assets of which the accounts are maintained by the head office, entries are required in the books of both head office and branch. The entries are, കാര്യം ബ്രാഞ്ച് അസറ്റ്സിൻ്റെ അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസിലാണെങ്കിലും ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ് രണ്ട് ബുക്കിലും വരണം. ഹെഡ് ഓഫീസിലും വരണം, ബ്രാഞ്ചിലും വരണം. ഹെഡ് ഓഫീസിൽ ഏത് ബ്രാഞ്ചിൻ്റെ അസറ്റാണോ അതിനെ വേണം നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ. ബ്രാഞ്ച് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അസറ്റ്. ഡിപ്രീസിയേഷൻ ആകുമ്പം ബ്രാഞ്ച് അസറ്റിൻ്റെ വാല്യൂ കുറയുക. അപ്പോൾ ബ്രാഞ്ച് അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എങ്ങനെ വരും? ബ്രാഞ്ച് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അസറ്റ്. അതൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ബ്രാഞ്ച് ബുക്കിൽ ഡിപ്രീസിയേഷൻ ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് എന്നുള്ള എൻട്രി വേണം പാസ്സാക്കാൻ. Next, head office expenses. A head office usually renders some services to the branch during the course of the accounting year. Head office ചില സർവീസസ് ഒക്കെ ബ്രാഞ്ചിന് അക്കൗണ്ടിങ് ഇയറിൽ കൊടുക്കാറുണ്ട്. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് കോമൺ അഡ്വർടൈസിങ്, internal audit of branch books by the head office staff, etc., for which original payment is made by the head office. അത് ഒന്നെങ്കിൽ കോമൺ അഡ്വർടൈസിങ് ആയിരിക്കും, അതായത് മൊത്തത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ്, ഹെഡ് ഓഫീസിൽ നിന്ന് ആളെ വിട്ടിട്ട് ബ്രാഞ്ചിൻ്റെ ബുക്ക് ഓഡിറ്റ് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ ഉള്ള ഒറിജിനൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് വെരി അപ്രോപ്രിയേറ്റ് ടു ചാർജ് ദ ബ്രാഞ്ച് വിച്ച് എ റീസണബിൾ എമൗണ്ട് ഓഫ് സച്ച് എക്സ്പെൻസസ് മെറ്റ് ബൈ ദി ഹെഡ് ഓഫീസ്. പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. ബ്രാഞ്ചിന് അതിൻ്റേതായ ഒരു ന്യായമായ എമൗണ്ട്, അതിൻ്റെ ഒരു ഷെയർ, ഈ ഹെഡ് ഓഫീസ് കൊടുത്തതിൻ്റെ ഒരു ഷെയർ ബ്രാഞ്ചിനൂടെ കൊടുക്കണമെന്ന്. ഓൺ ചാർജിങ് ദ ബ്രാഞ്ച് വിത്ത് സച്ച് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ദ എൻട്രീസ് ആർ ആസ് ഫോളോസ്. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസ് ആണ് താഴെ പറയുന്നത്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അക്കൗണ്ട് എന്ന എൻട്രി വേണം കൊടുക്കാൻ. ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഇങ്ങനെ രണ്ട് എൻട്രിയാണ് വരുന്നത്. ദെൻ ഇലിസ്ട്രേഷൻ 14 നമുക്ക് നോക്കാം.